ഒന്ന്. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം. ഉത്തരം 1857. 2. ശിപായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച സമരം ഏത്? ശിപായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച സമരം ഏത്? ഉത്തരം ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857. 3. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആര്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആര്? ഉത്തരം മംഗൽ പാണ്ഡെ. 4. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആര്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആര്? ഉത്തരം ഖുദീറാം ബോസ്, 18 വയസ്സാണ്. 5. ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം നടന്ന ചമ്പാരൻ എന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ബീഹാർ. 6. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ വെച്ചാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ വെച്ചാണ്? ഉത്തരം ഉത്തർപ്രദേശിലെ മീററ്റിൽ. 7. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് എപ്പോൾ? ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് എപ്പോൾ? ഉത്തരം 1857 മെയ് 10. 8. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള ആനുപാതം എത്ര? ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള ആനുപാതം എത്ര? ഉത്തരം 3:2. 9. ഇന്ത്യ എത്ര വർഷം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു? ഇന്ത്യ എത്ര വർഷം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു? ഉത്തരം 200 വർഷം. 10. സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ ത്രിവർണ പതാക ഉയർത്തുന്നത് എവിടെ വെച്ചാണ്? സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ ത്രിവർണ പതാക ഉയർത്തുന്നത് എവിടെ വെച്ചാണ്? ഉത്തരം ചെങ്കോട്ടയിൽ. 11. സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആര്? സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആര്? ഉത്തരം രാജഗോപാലാചാരി. 12. ആറ്റിങ്ങൽ കലാപം നടന്നത് എന്ന്? ആറ്റിങ്ങൽ കലാപം നടന്നത് എന്ന്? ഉത്തരം 1821 ഏപ്രിൽ 15. 13. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ മലയാളി ആര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ മലയാളി ആര്? ഉത്തരം സി ശങ്കരൻ നായർ. 14. ഗോപാലകൃഷ്ണൻ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണൻ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഉത്തരം എം.ജി. റാനഡെ. 15. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും. ആരുടെ വാക്കുകളാണിത്? സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും. ആരുടെ വാക്കുകളാണത്? ഉത്തരം ബാലഗംഗാധര തിലക്. 16. ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ആര്? ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. 17. ഗാന്ധിജി, മുഹമ്മദ് അലി ജിന്ന എന്നിവരുടെ രാഷ്ട്രീയ ഗുരുവായി അറിയപ്പെടുന്നത് ആര്? ഗാന്ധിജി, മുഹമ്മദ് അലി ജിന്ന എന്നിവരുടെ രാഷ്ട്രീയ ഗുരുവായി അറിയപ്പെടുന്നത് ആര്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. 18. ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊല നടന്ന വർഷം എന്ന്? ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊല നടന്ന വർഷം എന്ന്? ഉത്തരം 1919 ഏപ്രിൽ 13. ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 ഏപ്രിൽ 13. 19. ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊലക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് പട്ടാള ജനറൽ ആര്? ഉത്തരം ജനറൽ ഡയർ. 20. ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രങ്ങളുടെ പൊതുവേദി അറിയപ്പെടുന്നത്? ഉത്തരം കോമൺവെൽത്ത്. 21. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ തീയതി എന്നാണ്? ഉത്തരം 1947 ഓഗസ്റ്റ് 15. 22. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ജവഹർലാൽ നെഹ്റു. 23. സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ്? സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ്? ഉത്തരം പ്രധാനമന്ത്രി. 24. സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന നേതാവ് ആരായിരുന്നു? സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന നേതാവ് ആരായിരുന്നു? ഉത്തരം മഹാത്മാഗാന്ധി. 25. ഇന്ത്യയുടെ ദേശീയ പതാകയിൽ എത്ര നിറങ്ങളാണ് ഉള്ളത്? ഇന്ത്യയുടെ ദേശീയ പതാകയിൽ എത്ര നിറങ്ങളാണ് ഉള്ളത്? ഉത്തരം ഇന്ത്യൻ ദേശീയ പതാകയിൽ 3 നിറങ്ങളാണുള്ളത്. കുങ്കുമം, വെള്ള, പച്ച. മുകളിൽ കുങ്കുമം ധീരതയും ത്യാഗവുമാണ് കുങ്കുമം സൂചിപ്പിക്കുന്നത്. മധ്യത്തിൽ വെള്ള സമാധാനവും സത്യവും. താഴെ പച്ച സമൃദ്ധിയും ഫലപുഷ്ടതയും. ഈ 3 നിറങ്ങളിൽ തുല്യ അനുപാതത്തിലാണ് പതാകയിൽ ക്രമീകരിച്ചത്. വെള്ള നിറത്തിന് മധ്യത്തിലായി നീല നിറത്തിൽ അശോക ചക്രം ആലേഖനം ചെയ്തിട്ടുണ്ട്.
26 ദേശീയ പതാകയുടെ മധ്യത്തിലുള്ള ചക്രത്തിന്റെ പേരെന്ത്? ദേശീയ പതാകയുടെ മധ്യത്തിലുള്ള ചക്രത്തിന്റെ പേരെന്ത്? ഉത്തരം അശോക ചക്രം. 27 ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആര്? ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആര്? ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ. 28 ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചത് ആര്? ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചത് ആര്? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. 29 ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ഭരണം സ്ഥാപിക്കുന്നതിന് കാരണമായ യുദ്ധം. ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ഭരണം സ്ഥാപിക്കുന്നതിന് കാരണമായ യുദ്ധം. ഉത്തരം പ്ലാസി യുദ്ധം. 30 ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയെ ഭരിച്ചിരുന്ന യൂറോപ്യൻ രാജ്യം ഏത്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയെ ഭരിച്ചിരുന്ന യൂറോപ്യൻ രാജ്യം ഏത്? ഉത്തരം ബ്രിട്ടൻ. 31 ഇന്ത്യയോടൊപ്പം ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന മറ്റു രാജ്യങ്ങൾ ഏതൊക്കെ? ഇന്ത്യയോടൊപ്പം ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന മറ്റു രാജ്യങ്ങൾ ഏതൊക്കെ? ഉത്തരം സൗത്ത് കൊറിയ, കോങ്കോ. 32 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം കമറ്റ് ആറ്റ്ലി. 33 ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ കവി എന്നറിയപ്പെടുന്ന കവി ആര്? ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ കവി എന്നറിയപ്പെടുന്ന കവി ആര്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. 34 ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആര്? ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. 35 എനിക്ക് അവകാശപ്പെടാനുള്ള ഏക ഗുണം സത്യവും അഹിംസയും ആണ്. അത് ആരുടെ വാക്കുകളാണ്? ഉത്തരം ഗാന്ധിജി. 36 ദണ്ഡി യാത്ര ആരംഭിച്ചത് എന്ന്? ദണ്ഡി യാത്ര ആരംഭിച്ചത് എന്ന്? ഉത്തരം 1930 മാർച്ച് 12 സബർമതി ആശ്രമത്തിൽ നിന്ന്. 37 ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല നടന്നത് എവിടെ വെച്ചാണ്? ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല നടന്നത് എവിടെ വെച്ചാണ്? ഉത്തരം അമൃത്സർ. 38 1919 ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ സർ പദവി ഉപേക്ഷിച്ച ഇന്ത്യൻ കവി ആര്? 1919 ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ സർ പദവി ഉപേക്ഷിച്ച ഇന്ത്യൻ കവി ആര്? ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ. 39 ക്വിറ്റ് ഇന്ത്യ സമരം നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ജയപ്രകാശ് നാരായണൻ. 40 ചിക്കാഗോയിലെ ലോകമത സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിലൂടെ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ ഭാരതീയൻ ആര്? ചിക്കാഗോയിലെ ലോകമത സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിലൂടെ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ ഭാരതീയൻ ആര്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. 41 അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. 42 ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആര്? ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ആര്? അരുണ ആസിഫ് അലി. 43 ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി മഹാത്മാഗാന്ധിജിയെയും മത നേതാക്കളെയും ജയിലിൽ അടിച്ചത് എന്നാണ്? ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി മഹാത്മാഗാന്ധിജിയെയും നേതാക്കളെയും ജയിലിലാക്കിയതെന്നാണ്? ഉത്തരം 1942 ഓഗസ്റ്റ് 19. 44 ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി സഹകരണ സമരം പിൻവലിച്ചത്? ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചത്? ഉത്തരം ചൗരി ചൗര സംഭവം. 45 ഇന്ത്യ വിഭജിക്കുന്നതിന് അവസാന നിമിഷം വരെ എതിർത്തത് ആര്? ഉത്തരം അബ്ദുൽ കലാം ആസാദ്. 46 എവിടെ വെച്ചാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത്? എവിടെ വെച്ചാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത്? ഉത്തരം ബോംബെ. 47 ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി നൽകിയ ആഹ്വാനം എന്തായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി നൽകിയ ആഹ്വാനം എന്തായിരുന്നു? ഉത്തരം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ. 48 ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉത്തരം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക. 49 ഇന്ത്യയുടെ രാഷ്ട്രീയ ശില്പി ആരാണ്? ഇന്ത്യയുടെ രാഷ്ട്രീയ ശില്പി ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. 50 ഗാന്ധിജി ചരിത്രപ്രധാനമായ ദണ്ഡി യാത്ര നടത്തിയത് എത്രാമത്തെ വയസ്സിലാണ്? ഗാന്ധിജി ചരിത്രപ്രധാനമായ ദണ്ഡി യാത്ര നടത്തിയത് എത്രാമത്തെ വയസ്സിലാണ്? ഉത്തരം 61. 51 ഇന്ത്യക്ക് മതമല്ല ഭക്ഷണമാണ് വേണ്ടത് എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആര്? ഇന്ത്യക്ക് മതമല്ല ഭക്ഷണമാണ് വേണ്ടത് എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആര്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. 52 സ്വാതന്ത്ര്യത്തിനു വേണ്ടി യാചിക്കുകയല്ല അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഉത്തരം ലാലാ ലജ്പത് റായ്.
53 ഇന്ത്യയുടെ വന്ദേ വയോധികൻ എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യയുടെ വന്ദേ വയോധികൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ദാദാഭായ് നവറോജി. 54 ഇന്ത്യ സ്വതന്ത്രം ആവുന്ന കാലത്ത് ഗവർണർ ജനറൽ ആരായിരുന്നു? ഇന്ത്യ സ്വതന്ത്രം ആവുന്ന കാലത്ത് ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം മൗണ്ട് ബാറ്റൺ പ്രഭു. 55 ഐക്യത്തിനെതിരെ ഇന്ത്യ നടന്ന ആദ്യ സംഘടിത സമരം. ഐക്യത്തിനെതിരെ ഇന്ത്യ നടത്തിയ ആദ്യത്തെ സംഘടിത സമരം. ഉത്തരം വൈക്കം സത്യാഗ്രഹം. 56 ആറ്റിങ്ങൽ കലാപം നടന്നത് എന്ന്? ആറ്റിങ്ങൽ കലാപം നടന്നത് എന്ന്? ഉത്തരം 1721 ഏപ്രിൽ 15. 1721 ഏപ്രിൽ 15. 57 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടന ഏത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടന ഏത്? ഉത്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 58 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ്? ഉത്തരം ദാദാഭായ് നവറോജി. 59 ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മലബാറിൽ നടന്ന പ്രധാന സംഭവം ഏത്? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മലബാറിൽ നടന്ന പ്രധാന സംഭവം ഏത്? ഉത്തരം കീഴരിയൂർ ബോംബ് കേസ്. 60 കണ്ണൂരിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം എവിടെയായിരുന്നു? കണ്ണൂരിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം എവിടെയായിരുന്നു? ഉത്തരം പയ്യന്നൂർ. 61 ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ട വർഷം. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ട വർഷം. ഉത്തരം 1600. 62 ചൗരി ചൗര സംഭവം നടന്ന വർഷം. ചൗരി ചൗര സംഭവം നടന്ന വർഷം. ഉത്തരം 1922 ഫെബ്രുവരി 5. 63 സ്വാതന്ത്ര്യ സമരത്തിൽ സമ്പൂർണ്ണ സ്വരാജ് എന്ന മുദ്രാവാക്യം മുഴക്കിയത് ആര്? സ്വാതന്ത്ര്യ സമരത്തിൽ സമ്പൂർണ്ണ സ്വരാജ് എന്ന മുദ്രാവാക്യം മുഴക്കിയത് ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. 64 ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്ന വർഷം എന്നാണ്? ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്ന വർഷം എന്നാണ്? ഉത്തരം 1950 ജനുവരി 26. 65 ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ഇന്ദിരാഗാന്ധി. 66 ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉപയോഗിച്ചത് ആര്? ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉപയോഗിച്ചത് ആര്? ഉത്തരം നേതാജി സുഭാഷ് ചന്ദ്രബോസ്. 67 വന്ദേ മാതരം എന്ന ഗാനം ആദ്യമായി ആലപിച്ചത് ആരാണ്? വന്ദേ മാതരം എന്ന ഗാനം ആദ്യമായി ആലപിച്ചത് ആരാണ്? ഉത്തരം 1896 കൊൽക്കത്തയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ. 1896 കൊൽക്കത്തയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ. 68 സ്വാതന്ത്ര്യ സമര കാലത്ത് നവജീവൻ എന്ന പത്രം ആരംഭിച്ചത് ആര്? സ്വതന്ത്ര സമര കാലത്ത് നവജീവൻ എന്ന പത്രം ആരംഭിച്ചത് ആര്? ഉത്തരം മഹാത്മാഗാന്ധി. 69 ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ്? ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ്? ഉത്തരം മയിൽ. 70 ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? ഉത്തരം കടുവ. 71 ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണ്? ഉത്തരം താമര. 72 ഇന്ത്യൻ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് ആര്? ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് ആര്? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. 73 സ്വാതന്ത്ര്യ സമര കാലത്ത് ഹരിജൻ എന്ന പത്രം ആരംഭിച്ചത് ആര്? സ്വാതന്ത്ര്യ സമര കാലത്ത് ഹരിജൻ എന്ന പത്രം ആരംഭിച്ചത് ആര്? ഉത്തരം മഹാത്മാഗാന്ധി. 74 ഇന്ത്യയുടെ ആദ്യത്തെ വിദേശകാര്യമന്ത്രി ആരായിരുന്നു? ഇന്ത്യയുടെ ആദ്യത്തെ വിദേശകാര്യമന്ത്രി ആരായിരുന്നു? ഉത്തരം ജവഹർലാൽ നെഹ്റു. 75 സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് ആര്? സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് ആര്? ഉത്തരം ബാലഗംഗാധര തിലകൻ. 76 ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരായിരുന്നു? ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരായിരുന്നു? ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. 77 സ്വാതന്ത്ര്യ സമര കാലത്ത് ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചത് ആര്? സ്വാതന്ത്ര്യ സമര കാലത്ത് ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചത് ആര്? ഉത്തരം ആനി ബസന്റ്. 78 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം. ഉത്തരം 1885. 79 സ്വാതന്ത്ര്യ സമര കാലത്ത് ചൗരി ചൗര സംഭവം നടന്ന സംസ്ഥാനം ഏത്? സ്വാതന്ത്ര്യ സമര കാലത്ത് ചൗരി ചൗര സംഭവം നടന്ന സംസ്ഥാനം ഏത്? ഉത്തരം ഉത്തർപ്രദേശ്. 80 ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിതമായ വർഷം. ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിതമായ വർഷം. ഉത്തരം 1942.
81 മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് പ്രസിദ്ധീകരിച്ച പത്രം ഏത്? മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് പ്രസിദ്ധീകരിച്ച പത്രം ഏത്? ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ. 82 സ്വാതന്ത്ര്യ സമര കാലത്ത് ക്യാബിനറ്റ് മിഷൻ എത്തിയ വർഷം ഏതാണ്? സ്വാതന്ത്ര്യ സമര കാലത്ത് ക്യാബിനറ്റ് മിഷൻ എത്തിയ വർഷം ഏതാണ്? ഉത്തരം 1946. 83 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഉത്തരം മുംബൈ. 84 സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? ഉത്തരം സുകുമാർ സെൻ. 85 ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യ ദളിത് പ്രസിഡന്റ് ആരായിരുന്നു? ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യ ദളിത് പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. 86 സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ആദ്യത്തെ പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ആദ്യത്തെ പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ജവഹർലാൽ നെഹ്റു. 87 ദക്ഷിണാഫ്രിക്കൻ ജീവിതം മതിയാക്കി മഹാത്മാഗാന്ധി ഇന്ത്യയിലെത്തിയ വർഷം. ദക്ഷിണാഫ്രിക്കൻ ജീവിതം മതിയാക്കി മഹാത്മാഗാന്ധി ഇന്ത്യയിലെത്തിയ വർഷം. ഉത്തരം 1915 ജനുവരി 9. 88 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ മറാഠി പ്രസിഡന്റ് ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ മറാഠി പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ബാലഗംഗാധര തിലകൻ. 89 വാഗൺ ട്രാജഡി ദുരന്തം നടന്ന റെയിൽവേ ലൈൻ ഏത്? വാഗൺ ട്രാജഡി ദുരന്തം നടന്ന റെയിൽവേ ലൈൻ ഏത്? ഉത്തരം തിരൂർ മുതൽ താനൂർ വരെ. 90 ഇന്ത്യയിൽ തപാൽ വകുപ്പ് ആരംഭിച്ച ഗവർണർ ജനറൽ ആര്? ഇന്ത്യയിൽ തപാൽ വകുപ്പ് ആരംഭിച്ച ഗവർണർ ജനറൽ ആര്? ഉത്തരം ഡൽഹൌസി പ്രഭു. 91 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ആര്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ആര്? ഉത്തരം ഹണ്ടൻ കമ്മീഷൻ. 92 ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് എന്ന്? ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം ഓഗസ്റ്റ് 9. 93 സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസമാണ് ജീവിച്ചത്? സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസമാണ് ജീവിച്ചത്? ഉത്തരം 168 ദിവസം. 94 ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ് ആര്? ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ് ആര്? ഉത്തരം പഴശ്ശിരാജ. 95 മെയ് ദിനം ആദ്യമായി ഇന്ത്യയിൽ ആഘോഷിച്ച വർഷം. മെയ് ദിനം ആദ്യമായി ഇന്ത്യയിൽ ആഘോഷിച്ച വർഷം. ഉത്തരം 1923. 96 2025 ഇന്ത്യയിൽ എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിക്കുന്നത്? 2025 ഇന്ത്യയിൽ എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിക്കുന്നത്? ഉത്തരം 79ാമത്തെ. 97 ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം ഏത്? ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം ഏത്? ഉത്തരം കൊൽക്കത്ത സമ്മേളനം. 1901 ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1901 നടന്ന കൊൽക്കത്ത സമ്മേളനം. 98 കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആര്? കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആര്? ഉത്തരം K കേളപ്പൻ. 99 ഇന്ത്യൻ ദേശീയ പതാകയിൽ ധൈര്യത്തെയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്ന നിറം ഏത്? ഇന്ത്യൻ ദേശീയ പതാകയിൽ ധൈര്യത്തെയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്ന നിറം ഏത്? ഉത്തരം കുങ്കുമം. 100 നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഈ വാക്കുകൾ ആരുടേതാണ്? നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഈ വാക്കുകൾ ആരുടേതാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. താങ്ക് യു.